Good morning, students. നമുക്ക് ഇതിലെ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നതാണ് a random variable x follows exponential distribution with mean 3. Find probability of x greater than 3 and variance of x. ഇങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇതൊരു എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിന്റെ മീൻ നമുക്ക് തന്നിട്ടുണ്ട്. പ്രോബിലിറ്റി കണ്ടുപിടിക്കണം. എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3 ഉള്ള പ്രോബിലിറ്റിയും വേരിയൻസും കണ്ടുപിടിക്കണം. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഈ പ്രോബ്ലം രണ്ടാമത്തെ മോഡലായ കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലെ പ്രോബ്ലം ആണ്. അവിടെ നമ്മൾ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പഠിക്കും. അപ്പൊ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനിലെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആദ്യം എഴുതുന്നത്. പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ f of x is equal to എന്താണ് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ലാംഡ ഇൻടു e raised to minus lambda x greater than equal to 0 0 1. അപ്പോൾ ഈ ഒരു ഡെൻസിറ്റി ഫംഗ്ഷൻ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മൾ ഓർത്തിരിക്കുക. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനിലെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ് ലാംഡ ഇൻടു e raised to minus lambda x greater than equal to 0 0 others. ഇനി പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ f of x ൽ ലാംഡ ഇൻടു e raised to minus lambda x ആണെങ്കിൽ അതിന്റെ മീൻ എന്ന് പറയുന്നത് മീൻ എന്ന് പറയുന്നത് 1 ലാംഡയാണ്. മീൻ is equal to 1 ലാംഡ. അതുപോലെ വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ് 1 ലാംഡ സ്ക്വയർ ആണ്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പൊ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനിലെ മീൻ is equal to 1 ലാംഡ, വേരിയൻസ് is equal to 1 ലാംഡ സ്ക്വയർ. ഇത് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇവിടെ മീൻ നമുക്ക് തന്നിട്ടുണ്ട്. മീൻ എത്ര തന്നിരിക്കണേ? മീൻ is equal to 3. mean is equal to 3 തന്നിട്ടുണ്ട്. That is equal to 1 lambda. Therefore, lambda യുടെ വാല്യൂ 3 ആയിരിക്കും. ലാംഡയുടെ വാല്യൂ 1/3. അപ്പോൾ ലാംഡയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 1/3. ഇനി നമുക്ക് ഇതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്ക് ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് x ഗ്രേറ്റർ ദാൻ 3. പ്രോബബിലിറ്റി ഓഫ് x ഗ്രേറ്റർ ദാൻ 3. അപ്പോൾ ഇവിടെ നമ്മൾ x greater than 3 ആവുമ്പോൾ ഇന്റഗ്രൽ നോട്ടേഷൻ 3 to infinity lower limit 3 upper limit infinity f of x dx ആണ്. ഇവിടെ f of x എന്ന് പറയുന്നത് എന്താണ്? ലാംഡ ഇൻടു e raised to minus lambda x. ലാംഡയുടെ വാല്യൂ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചു. എത്രയാണ് കണ്ടുപിടിച്ചത്? 1/3. അപ്പോൾ 1/3 ഇവിടെ കൊടുക്കുക. 1/3 e raised to minus 1/3 x greater than equal to 0. രണ്ടാമത്തെ കേസിൽ ചെയ്യേണ്ട ആവശ്യം 0 ആണ്. അപ്പോൾ നമുക്ക് ഇത് 3 to infinity 1/3 e raised to minus 1/3 x. ഇനി അത് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/3 ടേക്കൺ ഔട്ട് സൈഡ്. e raised to minus 1/3 x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? e raised to minus 1/3 x divided by minus 1/3 0 to infinity. അതായത് e raised to minus x ന്റെ ഇന്റഗ്രേഷൻ എന്താണ്? ഇന്റഗ്രൽ ഓഫ് e raised to minus x dx എന്ന് പറഞ്ഞാൽ e raised to minus x by minus 1. ഇവിടെ നമ്മൾ x ന്റെ കോഎഫിഷ്യന്റ് -1/3 ആണ്. താഴെ നമ്മൾ -1/3 എഴുതുന്നു. 0 to 1/3. ഈ 1/3 വെട്ടി കളഞ്ഞാൽ അവിടെ മൈനസ് വരും. Therefore, ഇവിടെ നമ്മൾ x ന് 3 കൊടുക്കുമ്പോൾ x ന് 0 to infinity ആണ്. ആ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ e raised to minus infinity that is equal to 0. e raised to minus infinity ന്റെ വാല്യൂ 0 ആണ്. ഇനി 3 കൊടുക്കുമ്പോഴോ ലോവർ ലിമിറ്റ് 3 ആണ്. ലോവർ ലിമിറ്റ് 3 ആണ് അല്ലേ? 3 to infinity ആണ്. ലോവർ ലിമിറ്റ് 3, അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി. അപ്പോൾ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് e raised to minus infinity 0 വരും. ഇനി ലോവർ ലിമിറ്റ് 3 കൊടുക്കുമ്പോഴോ നമുക്ക് e raised to minus 1 വരും. ഇത് ഗുണിച്ചു കഴിയുമ്പോൾ നമുക്ക് മൈനസ് ഇൻടു മൈനസ് e raised to minus 1 വരും. That is 1/e എന്ന് വരും. 1/e നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 1/e യുടെ വാല്യൂ 0.367 ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. 0.367 എന്നാണ് കിട്ടുന്നത്. ഇനി വേരിയൻസ്, ഇതിലൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? വേരിയൻസ് കൂടി കണ്ടുപിടിക്കണം. വേരിയൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് എഴുതാൻ മതി? വേരിയൻസ് is equal to 1 lambda square. Variance കാണാനുള്ള ഫോർമുല variance is equal to 1 lambda square എന്ന് പറഞ്ഞാൽ എന്താണ്? 1 lambda 3 ആണ്. 1/3 ആണ്. അപ്പോൾ 1/3 whole square. Therefore നമുക്ക് കിട്ടുന്ന variance is equal to 9 കിട്ടും. variance 9. അതിൽ probability of x greater than 3 എന്നുള്ള ആൻസർ കിട്ടി 0.36787. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മൾ ഓർത്തിരിക്കണം. എന്താണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ? ലാംഡ ഇൻടു e raised to minus lambda x. ലാംഡ ഇൻടു e raised to minus lambda x where x greater than equal to 0 equal to 0 other equal to 0.
ബാക്കിയുള്ള കേസിലെല്ലാം ഇത് 0 ആണ്. ഇവിടെ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനിലെ മീൻ എന്ന് പറയുന്നത് എന്താണ്? മീൻ എന്ന് പറയുന്നത് 1/λ ആണ്. വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്? 1/λ² ആണ്. നിങ്ങളുടെ മെമ്മറിയിൽ വേണത്. മീൻ എന്ന് പറയുന്നത് 1/λ ആണ്. വേരിയൻസ് എന്ന് പറയുന്നത് 1/λ². നമുക്കിവിടെ കാണേണ്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് x ഗ്രേറ്റർ ദാൻ 3 ആണ്. ലോവർ ലിമിറ്റ് 3യും അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി. നമ്മുടെ ലാംഡയുടെ സ്ഥാനത്ത് ലാംഡ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തു. മീൻ ഇസ് ഈക്വൽ ടു 1/λ ആവുമ്പോൾ 3 ആവുമ്പോൾ 1/λ ലാംഡയുടെ വാല്യൂ 1/3 കിട്ടി. ആ 1/3 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/3 e raised to minus 1/3x. 1/3 എന്നുള്ള കോൺസ്റ്റന്റ് നമ്മൾ പുറത്തേക്ക് എടുത്തു. e raised to minus 1/3x നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to minus 1/3x by minus 1/3 വരും. ഈ 1/3 കട്ടായി കളയും. അപ്പൊ 3 to infinity. ലോവർ ലിമിറ്റ് 3, അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി. അപ്പൊ നമുക്ക് മൈനസ് അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ e raised to minus infinity. e raised to minus infinity എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. e raised to minus infinity 0 ആണ്. ലോവർ ലിമിറ്റ് 3 കൊടുക്കുമ്പോഴോ e raised to minus 1 വരും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴോ e raised to minus 1 വരും. എന്ന് പറഞ്ഞാൽ 1/e ആണ്. നമ്മൾ ഇയുടെ വാല്യൂ കൂടെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 0.36787. അപ്പൊ ഇത് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനിലെ പ്രോബ്ലം ആണ്. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനിലെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓർത്തിരിക്കുക, അതിന്റെ മീൻ ഓർത്തിരിക്കുക, വേരിയൻസ് ഓർത്തിരിക്കുക. ഇത് നമ്മുടെ രണ്ടാമത്തെ മോഡലായ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എഴുതിട്ടോ.